നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയോട് വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി. സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ അധികം ഉപയോഗിക്കാത്ത മെസ്സിയോട് രാഹുൽ ഏത് ഭാഷയിലാകും സംസാരിച്ചിട്ടുണ്ടാകുക? നീതുവസ് രമേശിന്റെ റിപ്പോർട്ട് കാണാം. അർജന്റീന ഫുട്ബോൾ ടീം നായകൻ ലിയോണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനമാണ് കായിക ലോകത്തെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വിശേഷങ്ങളിലൊന്ന്. ഫുട്ബോൾ മിശിഹായുടെ വരവ് രാജ്യം ആഘോഷമാക്കുക തന്നെ ചെയ്തു. മെസ്സിയെ ഒന്ന് നേരിൽ കാണാനും ഒരു വാക്കെങ്കിലും മിണ്ടാനും ആഗ്രഹിക്കാത്തവരുണ്ടോ? എന്നാൽ അധികവും സ്പാനിഷ് മാത്രം സംസാരിക്കുന്ന മെസ്സിയോട് എങ്ങനെ സംസാരിക്കും? സച്ചിനടക്കം പലരും പരിഭാഷകന്റെ സഹായം തേടിയപ്പോൾ രാഹുൽ ഗാന്ധി ശരിക്കും ഞെട്ടിച്ചു. മെസ്സിയോട് വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ. ഏത് ഭാഷയിലാണ് ഇരുവരും സംസാരിച്ചിട്ടുണ്ടാവുകയെന്ന് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. മെസ്സി ആവേശത്തിൽ അക്ഷരാർത്ഥത്തിൽ ഹൈദരാബാദ് ഇളകി മറിഞ്ഞു. രാഹുൽ ഗാന്ധിയും ആവേശത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. ഇതിനിടയിൽ ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് വൈറലായത്. എത്ര സുന്ദരമായാണ് ഇരുവരും പരസ്പരം സംസാരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് സ്പാനിഷ് അടക്കം നിരവധി ഭാഷകൾ അറിയാമെന്നും അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായി മെസ്സിയോട് സംസാരിക്കാൻ സാധിച്ചതെന്നുമാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയല്ല, രാഹുൽ ഗാന്ധിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്നും ഇവർ പറയുന്നു. വിദ്യാഭ്യാസമുണ്ടല്ലോ, പണത്തേക്കാൾ പ്രധാനമാണ് വിദ്യാഭ്യാസം എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇറ്റാലിയൻ അറിയാവുന്ന ആൾക്ക് സ്പാനിഷ് ഈസി ആണെന്ന് പറഞ്ഞ് രാഹുലിനെ കുത്തുന്നവരും ഏറെയാണ്. MP ആയിരുന്ന നാട്ടിലെ മലയാളം ഇദ്ദേഹത്തിന് അറിയാമോ എന്നും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. രാഹുൽ മലയാളം പച്ചവെള്ളം പോലെ പറയുമെന്നും ചിലർ കളിയാക്കുന്നുണ്ട്. രാഹുലും മെസ്സിയും ഇങ്ങനെ കൂളായി സംസാരിക്കുന്നത് കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോളുന്നവരും ഏറെയാണ്. മെസ്സിക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകില്ലെന്നും സംസാരിക്കാൻ അറിയില്ലെന്നുമുള്ള വാദത്തെ പുച്ഛിച്ചു തള്ളുന്നവരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ നഷ്ടവും ചർച്ചയാകുന്നുണ്ട്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് ഏറെ കാത്തിരുന്നവരാണ് നമ്മൾ. ഒടുവിൽ ലിയോണൽ മെസ്സിയുടെ സ്വർണ്ണ പാദങ്ങൾ പതിയുന്ന തെക്കേ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടം തെലുങ്കാനയ്ക്ക് സ്വന്തമായി. ഹൈദരാബാദ് ഒരു ഉത്സവം പോലെ കൊണ്ടാടി ആ ഇവന്റ്. കൊൽക്കത്തയിൽ സംഘാടകരുടെ പിടിപ്പുകേടുകൊണ്ട് പരിപാടി പൊളിഞ്ഞപ്പോൾ അടിപൊളിയായി പരിപാടി നടത്തിയും തെലങ്കാന സർക്കാരും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കയ്യടി നേടി. മെസ്സിയെ ആരാധകർക്ക് കണ്ണിറയെ കാണാൻ അവസരമൊരുക്കിയ രേവന്ത് മെസ്സിക്കൊപ്പം പന്തു തട്ടിയും കളം പിടിച്ചു. കൊൽക്കത്തയിൽ സെലിബ്രിറ്റികളും VIP-കളും മെസ്സിക്ക് ചുറ്റും കൂടി ആരാധകരെ വെറുപ്പിച്ചപ്പോൾ ഹൈദരാബാദിൽ അതുണ്ടായില്ല. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിത്താരങ്ങളെ മുന്നിൽ നിർത്തി ഒരോരത്ത് മാറി നിന്ന രാഹുൽ ഗാന്ധിയും കയ്യടി നേടി. സംഭവബഹുലമായ പല കാര്യങ്ങൾക്കും ശേഷം 2025 അവസാനിച്ച് 2026 കടക്കുമ്പോൾ 2K90s പിള്ളേർക്ക് ഏറെ ദുഃഖകരമായ കുറച്ച് വിടവാങ്ങലുകൾക്ക് സാക്ഷിയാകേണ്ടി വരും. എന്താണെന്നല്ലേ അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 90s 2K പിള്ളേർക്ക് 2026 അല്പം വിഷമം നിറഞ്ഞതാകും. ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ച ചില ദിവസങ്ങൾ വരുന്നു. സിനിമയിലും സ്പോർട്സിലും കാണിയെ ആനന്ദത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ച കുറച്ചു പേരുടെ വിരമിക്കലാണ് സംഭവം. WWE എന്ന റെസ്ലിംഗ് ഷോയിൽ നിന്നും 1/4 നൂറ്റാണ്ടോളം നീണ്ട കരിയർ അവസാനിപ്പിച്ച് ജോൺ സീന എന്ന ഇതിഹാസ താരം കളമൊഴിഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായി, തങ്ങളുടെ എല്ലാം കുട്ടിക്കാലം മനോഹരമാക്കിയ ചിലർ ഇനി നമുക്ക് മുന്നിലുള്ള പ്രകടനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സ്പോർട്സിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അനിവാര്യമായ മടക്കമെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി കായികപ്രേമികൾ കുറച്ച് ബോധവാന്മാരായിരിക്കും. എന്നാൽ സിനിമ പോലൊരു ഇൻഡസ്ട്രിയിൽ അഭിനേതാക്കൾ വിരമിച്ചു പോവുക എന്നത്, പ്രത്യേകിച്ചും സൂപ്പർ താരങ്ങളായ നടന്മാർ അഭിനയ ജീവിതം അവസാനിപ്പിക്കുക എന്നത് അങ്ങനെ കേട്ടുകേൾവി പോലുമില്ല. 2026 ആരംഭിക്കുന്നത് തന്നെ കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള പ്രായക്കാരായ സിനിമാസാധകരെ തിയേറ്ററുകളിലേക്ക് പോകാൻ 3 ദശകത്തോളം ആവേശം പകർന്ന ദളപതി വിജയെ പോലൊരു നടന്റെ വിടവാങ്ങലിലൂടെയാണ്. ആ സത്യം ഇപ്പോഴും ആരാധകർ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ജനനായകന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ്ക്ക് സിനിമയിലേക്ക് ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകുമോ? മെസ്സി, റൊണാൾഡോ, നെയ്മർ ഏറെക്കാലം ഫുട്ബോൾ ലോകത്തെ ത്രിമൂർത്തികളായി നിലകൊണ്ട ഈ മൂവർ സംഘത്തെ 2026 കൂടി മാത്രമാവും കളിക്കളത്തിൽ കാണാൻ കഴിയുക. മുറുക്കിക്കെട്ടിയ ബൂട്ടുകളുടെ പിറകെ കണ്ണു നട്ടിരുന്ന 2 തലമുറകൾക്ക് ഇനി അവയെല്ലാം കഴിഞ്ഞ പ്രതാപകാലത്തിന്റെ ഓർമ്മകളായി മനസ്സിൽ സൂക്ഷിക്കാം. അവർക്ക് 2026 ഫിഫ വേൾഡ് കപ്പിനേക്കാൾ വലിയൊരു ഫെയർവെൽ ഇനി കിട്ടാനുമില്ല. 2026 IPL ശേഷം പാടഴിക്കുന്നതോടെ 21 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയറിനാണ് മഹേന്ദ്ര സിംഗ് ധോണി തിരശ്ശീലയിടുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഇതിനകം വിരമിച്ച ധോണിയെ ആരാധകർക്കാകെ കാണാനാവുന്നത് IPL മാത്രമായിരുന്നു.
ഇനി ചെന്നൈ ആരാധകർ തല ധോണിക്ക് വിസിൽ മുഴക്കാൻ സ്റ്റേഡിയത്തിൽ പഴയതുപോലെ അണിനിരക്കുമോ എന്നറിയില്ല. എങ്കിലും ഇനിയും ഏറെ ദൂരം ഓടാനുള്ള ശക്തി ആ ടീമിന് പകർന്നിട്ടാണ് ധോണി ആ മഞ്ഞ ജേഴ്സി ഊരിവെക്കുന്നത്. ഇനി അവരെക്കാൾ സമർത്ഥർ ഈ രംഗങ്ങളിലൊന്നും വരില്ല എന്നത് അന്ധമായ ആരാധന കൊണ്ടുള്ള കണ്ണടക്കലാവാം. എന്നാൽ കഴിവും അക്ഷീണ പരിശ്രമവും സമർപ്പണ ബുദ്ധിയും കൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലകളെ ഓരോ ആരാധകന്റെയും ഉത്സവമാക്കി മാറ്റിയ ഇവരെ പോലെ കുറച്ചുപേരെ വീണ്ടും നമ്മുടെ മുന്നിൽ നിർത്താൻ കാലത്തിന് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. അക്ഷയ് ഖന്നയുടെ ദുരന്തർ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ റഹ്മാൻ ഡാക്കേറ്റ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധേയമായ തിരിച്ചുവരവ് വഴി ജെൻസീസ് പ്രേക്ഷകർക്കിടയിൽ വീണ്ടും അക്ഷയ് ഖന്ന സ്വീകാര്യത നേടുന്നു. ഡിസംബർ 5 ആദിത്യദർ ഒരുക്കി തിയേറ്ററുകളിലെത്തിയ ബ്രഹ്മാണ്ഡ ചിത്രം ദുരന്തർ 2025 ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിക്കുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഒരാളെക്കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, അക്ഷയ് ഖന്ന. 90കളിൽ ചോക്ലേറ്റ് ഹീറോ പരിവേഷത്തോടെ പെൺമനസ്സുകൾ കീഴടക്കിയ അക്ഷയ് പിൽക്കാലത്ത് ലൈം ലൈറ്റിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നും സ്വയം അകന്നു. 50-ാം വയസ്സിലും ഏകാന്തതയെ പ്രണയിക്കുന്ന വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ശീലങ്ങളുള്ള അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുണ്ട്. എന്നാൽ താരപ്പകിട്ടുകളോട് വിമുഖത കാട്ടുന്ന ഈ നടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ പുലർത്തുന്ന ആ തീക്ഷ്ണതയ്ക്ക് ഇപ്പോഴും 100 മാറ്റാണെന്ന് ദുരന്തർ തെളിയിക്കുന്നു. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, ആർ മാധവൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരന്നിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയും കയ്യടിയും ഏറിയ പങ്കും കൊണ്ടുപോയത് അക്ഷയ് അവതരിപ്പിച്ച റഹ്മാൻ ഡക്കൈത്ത് എന്ന നിഗൂഢ വില്ലനാണ്. ഇന്ത്യൻ സിനിമാ ലോകത്തും പാകിസ്ഥാനിലും ഒരുപോലെ ചർച്ചയാകുന്ന അക്ഷയ് ഖന്നയുടെ പുതിയ കഥാപാത്രം കറാച്ചിയിലെ ലാരി പ്രദേശം അടക്കി ഭരിച്ചിരുന്ന കുപ്രസിദ്ധ അധോലോക തലവൻ സർദാർ അബ്ദുൾ റഹ്മാൻ ബലൂച്ചിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. 1975 ജനിച്ച റഹ്മാൻ ഹാജി ലാലുവിന്റെ ഗ്യാങ്ങിലൂടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തുകയും പിന്നീട് ആ ഗ്യാങ്ങിന്റെ നേതൃത്വം ഏറ്റെടുത്ത് കറാച്ചിയെ വിറപ്പിക്കുകയും ചെയ്തു. ശത്രുക്കളുടെ തലയൊറുത്ത് ഫുട്ബോൾ കളിച്ചുവെന്ന രക്തരൂക്ഷിതമായ കഥകൾ റഹ്മാന് ക്രൂരനായ വില്ലന്റെ പരിവേഷം നൽകുമ്പോഴും ഒരു വശത്ത് ലാരിയിലെ പാവപ്പെട്ടവർക്ക് റഹ്മാൻ പ്രിയപ്പെട്ട റോബിൻഹുഡ് കൂടിയായിരുന്നു എന്ന കഥകളുമുണ്ട്. ക്രൂരതയും ആത്മവിശ്വാസവും ഒരുപോലെ ഒളിപ്പിച്ച റഹ്മാന്റെ ഈ സങ്കീർണ വ്യക്തിത്വത്തെ പതിവ് വില്ലൻ ശൈലികളെ പൊളിച്ചെഴുതിക്കൊണ്ട് അത്യന്തം തന്മയത്വത്തോടെയാണ് അക്ഷയ് ഖന്ന സ്ക്രീനിൽ എത്തിച്ചിരുന്നത്. 2009 34-ാം വയസ്സിൽ കറാച്ചി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട റഹ്മാന്റെ കഥ അക്ഷയ് ഖന്നയുടെ ഗംഭീര പ്രകടനത്തിലൂടെ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ്. മിലേനിയലുകൾക്ക് പ്രിയങ്കരനായ അക്ഷയ് ഖന്ന ഇതിനോടകം തന്നെ ജെൻസി തലമുറയുടെ പുതിയ ക്രഷായി മാറിക്കഴിഞ്ഞു. അധികം അഭിമുഖങ്ങൾ നൽകാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ കഥാപാത്രങ്ങളിലൂടെ മാത്രം പ്രേക്ഷകരോട് സംസാരിക്കുന്ന അക്ഷയ് ഖന്നയുടെ രീതിയെ ഓറ ഫാമിംഗ് എന്നാണ് പുതിയ തലമുറ വിശേഷിപ്പിക്കുന്നത്. ചിത്രത്തിൽ അക്ഷയ് ഖന്ന പ്രത്യക്ഷപ്പെടുന്ന ഒരു നൃത്തരംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ആഗോള തലത്തിൽ തരംഗമായി കഴിഞ്ഞു. ബോളിവുഡിലെ ഏറ്റവും അണ്ടർറേറ്റഡ് നടന്മാരിൽ ഒരാളായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം ഇന്ന് കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും പുതിയ തലമുറയെ പോലും ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന അൾട്ടിമേറ്റ് കൂൾ ഐക്കണായി സ്വയം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് 24.